നിങ്ങളൊക്കെ ഇമാതിരി ഏതോ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഈ 100 കോടിയോളം വരുന്ന ഡേറ്റ BJP അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാരോ അത് ആക്സസ് ചെയ്ത് അതിൽ തിരുത്തുകളൊക്കെ വരുത്തുന്നു എന്ന ആ ഒരു യക്ഷിക്കഥയിൽ വിശ്വസിച്ചുകൊണ്ടാണ് അത് യക്ഷിക്കഥയല്ല ഷാബു പ്രസാദ്, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചതാണ്. അതിൽ കേസെടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാണ്. പറയുന്നത് കേൾക്കൂ. അതെ, പറയുന്നത് കേൾക്കൂ. ഞാൻ പറഞ്ഞു ഇവിടെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ അലന്റ് മണ്ഡലത്തിലെ 6018 വോട്ടുകൾ റിമൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ആ ശ്രമത്തിൽ അത് നോട്ട് ചെയ്യപ്പെട്ടു. അത് നോട്ട് ചെയ്യപ്പെട്ട് വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തി 24 എണ്ണം മാത്രമേ അതിൻ്റെ അകത്ത് ജെനുവിനാണെന്നുള്ളത് കണ്ടുള്ളൂ. ആ 24 എണ്ണം മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതായത് നമ്മുടെ ആ സിസ്റ്റം എത്ര ഫുൾ പ്രൂഫ് ആണ്, അത് ആ പോരായ്മകൾ ഉണ്ടാകും എങ്കിൽ പോലും അത് മാനിപ്പുലേറ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ പോലെ 6018 വോട്ടുകളൊന്നും അവിടെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. 24 വോട്ടുകൾ മാത്രം ജെനുവിനായിട്ട് റിമൂവ് ചെയ്യപ്പെടേണ്ടതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് അവ മാത്രമാണ് റിമൂവ് ചെയ്തത്. അപ്പോ ഈ BLOയുടെ അമ്മാവന്റെ വോട്ട് റിമൂവ് ചെയ്യുന്നതിനാണ് കേസെടുത്തത്. ശ്രമം മാത്രമുള്ളെങ്കിൽ അത് റിമൂവ് ചെയ്യപ്പെട്ടതാണോ? അല്ല, അതായത് ഈ ഫോം 7 എന്ന് പറയുന്ന സാധനം ആർക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ആക്ഷേപം ഉന്നയിക്കാൻ മാത്രമുള്ള സംഭവമാണ്. അല്ലാതെ അവർക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. എനിക്കിപ്പം വേണമെങ്കിൽ അജിൻസിന്റെ വോട്ടിനെ ചാലഞ്ച് ചെയ്ത് എനിക്ക് ആക്ഷേപം ഉന്നയിക്കാം. ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലുള്ള അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തെ ജെന്യുവിനിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്ത് നടക്കുകയുള്ളൂ. അതിനൊരു BLO വേണം, ഒരു BLOയുടെ സർട്ടിഫിക്കേഷൻ അതിന് വേണം. ഷാബു പ്രസാദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാഖ്യാനമാണ്. കമ്മീഷൻ പറയുന്നത് ഷാബു പ്രസാദ് വിശ്വസിക്കുകയാണ്. 56 ലക്ഷം പേരുടെ വോട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞൊക്കെ വെട്ടിക്കളഞ്ഞ ആളെ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ രാജ്യമാണിത്. മരിച്ചിട്ടില്ല. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ മുമ്പിലുള്ള തെളിവാണ്. എന്നിട്ടും ഷാബു പ്രസാദ് ആ വ്യാഖ്യാനം അങ്ങനെ തന്നെ വിഴുങ്ങി അതിനെ ന്യായീകരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടനാ അതോറിറ്റി പറയുന്നതാണ് എനിക്ക് വിശ്വാസം. രാഹുൽ ഗാന്ധി പറയുന്നതല്ല. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ LK അഡ്വാണി വിമർശിച്ചപ്പോൾ ഷാബു പ്രസാദ് വിശ്വസിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ LK അഡ്വാണി വിമർശിച്ചപ്പോൾ EVM എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞപ്പോൾ ഷാബു പ്രസാദ് വിശ്വസിച്ചിരുന്നോ? അത് തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷം പറയുമ്പോഴെല്ലാം അതിനെ എതിർക്കുക, അതാണോ അല്ലേ? ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടും ഭരണഘടനാ അതോറിറ്റിയോടുമാണ് എനിക്ക് വിശ്വാസമുള്ളത്. അല്ലാതെ അജിൻസിനോടും മീഡിയ വണ്ണിനോടും അല്ല. അതായത് LK അഡ്വാണി EVM-നെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെയായിരുന്നു ഷാബു പ്രസാദും BJP-യും. ഇനിയും പറയാം. ഇനി ഞാൻ അടുത്തതിലേക്ക് വരാം. EVM-ന്റെ ആദ്യ ഘട്ടങ്ങളിൽ പലരും ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ആ സിസ്റ്റം നടപ്പാക്കി വന്നപ്പോൾ അതിൻ്റെ അകത്തെ നടത്തിപ്പിനെ പറ്റി സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അല്ലാതെ അതിനെ ആ സംഭവത്തിനെ തെരുവിൽ വലിച്ചഴിച്ചുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന് നാണം കെടുത്തുകയല്ല ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്ത് 2 തവണ 2004-ും 2009-ും കൂടെയാണ് ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി. ഈ രാജ്യത്ത് പുസ്തകം ഇപ്പോഴും അന്ന് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കലായിരുന്നില്ലേ BJP ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞു, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഈ ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന നിലയിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ള ആ ഭീകരമായ ദുഷ്പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ നോക്കൂ, EVM-നെ കുറിച്ചാണ്. ഡെമോക്രസി ഇൻ ഡേഞ്ചർ എന്ന പുസ്തകം അവൈലബിൾ ആണ്. അപ്പൊ BJP ചെയ്യുമ്പോൾ ശരി, കോൺഗ്രസ് പ്രതിപക്ഷത്തിന് ചെയ്യുമ്പോൾ തെറ്റെന്നാണ് ഷാബു പ്രസാദ്.